നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാഡവും മുത്തശ്ശിയും ഇവിടുന്ന് വിഷമത്തോടെ പോണ്ട. ഗോപികയുടെ ഡിവോഴ്സിനെ കുറിച്ചും ചിന്തിക്കണ്ട. മാഡത്തിന്റെ മകനുമായുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. അഞ്ജിതയോ അഭിഷേകവുമായുള്ള വിവാഹത്തിന് ഞങ്ങൾ സന്തോഷപൂർവ്വം സമ്മതിച്ചല്ലേ? അപ്പോൾ ആ അവസരം മുതലെടുത്ത് നിങ്ങൾക്ക് സിദ്ധാർത്ഥന്റെ വിവാഹം ദേവികയുമായിട്ട് നടത്തണം. അത് ശരിയാണോ? അത് മര്യാദയാണോ? നിങ്ങളുടെ മകന്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അതേ ഉത്കണ്ഠ തന്നെയാണ് ഞങ്ങളുടെ ദേവിയെക്കുറിച്ച് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ മകൻ അസുഖമുള്ളത് കൊണ്ടാണല്ലോ പ്രധാനമായും ഈ വിവാഹം നടത്തുന്നതിൽ നിന്ന് നിങ്ങൾ പിന്മാറുന്നത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇതിന് സമ്മതിച്ചേനെ അല്ലേ? അവൻ ജന്മനാൽ ഈ അവസ്ഥയിലൊന്നും ആയിരുന്നില്ല. എല്ലാവരെയും പോലെ ചൊടിയും ചുണയും ബുദ്ധിയുള്ളൊരു പയ്യനായിരുന്നു. ഏതോ ശപിക്കപ്പെട്ട നിമിഷത്തില് അവനൊരു ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷം അവൻ ഈ അവസ്ഥയിലായത്. ചികിത്സകൾ നടത്തി, എന്നിട്ടും കാര്യമായ പ്രയോജനം ഉണ്ടായില്ല. അവന് വേണ്ടി ചെയ്യാത്ത പൂജയോ വഴിപാടുകളോ ഒന്നുമില്ല. എന്നിട്ടും ഈശ്വരൻ കനിയുന്നില്ല. ഈ അടുത്ത സമയത്ത് ഞാനൊരു സിദ്ധനെ പോയി കണ്ടിരുന്നു. അദ്ദേഹമാണ് സിദ്ധുവിനെ വിവാഹം കഴിപ്പിച്ച അവന്റെ അസുഖം മാറുമെന്ന് ഉപദേശിച്ചത്. പക്ഷേ അവന് വേണ്ടി ഏത് പെൺകുട്ടിയെ കണ്ടെത്തും? അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ദേവികയെ കുറിച്ച് ഓർത്തതും ഇങ്ങനൊരു ആലോചനയായിട്ട് ഇങ്ങോട്ട് വന്നതും. ഇനിയിപ്പോ ഇതൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ. ദേവികയും സിദ്ധുവായിട്ടുള്ള വിവാഹം കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ദേവികയുടെ സാമീപ്യ സ്നേഹവും കൊണ്ട് സിദ്ധുവിന്റെ അസുഖം മാറിയേനെ. ദേവികയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ ഒരു കുറവും ഉണ്ടാവുമായിരുന്നില്ല. ഏതായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ആരെയും നിർബന്ധിക്കാനല്ല ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. സിദ്ധുവിന്റെ ജീവിതവും വിഷമാവസ്ഥയിലായി. ഋഷിക്കും കൂടി എന്തെങ്കിലും സംഭവിച്ച ഞങ്ങളെ കൊണ്ട് അത് താങ്ങാൻ പറ്റില്ല. ഋഷിയുടെ ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കണം. രക്ഷിച്ചേ തീരും. അതിന് ഋഷിയും ഗോപികയും തമ്മിൽ ഡിവോഴ്സ് നടക്കണം. നടന്നേ മതിയാവും. ദേവിക ഒരിക്കൽ കൂടി മനസ്സിരുത്തി ചിന്തിക്കണം. ഇപ്പോ താൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്തൊക്കെയോ ചില സമ്മർദ്ദങ്ങളുടെ പുറത്ത്. ആ ഡിസിഷൻ നമുക്ക് ഫേവറബിൾ ആയിരിക്കണം. അതാ എന്റെ വിശ്വാസം. സിദ്ധുവേട്ടനുമായിട്ടുള്ള വിവാഹത്തിന് ചേച്ചി സമ്മതിക്കരുത്. പൊന്നാരം തോട്ടം ജാനകിയുടെയും മഹാദേവന്റെയും മൂത്ത മകൻ സിദ്ധാർത്ഥൻ മാനസി എന്നൊരു തെറ്റിയാളാ. ഏതായാലും ആനന്ദ് ഇവളെ കെട്ടിയ മാനം രക്ഷിക്കാൻ വേണ്ടി എനിക്ക് എന്റെ മോളെയും കൊണ്ട് എവിടെയെങ്കിലും പോകേണ്ടി വരും.
ശരി, ഇനി വെറുതെ സംസാരം നീട്ടിക്കൊണ്ടു പോവണ്ട. നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ല. അപ്പോ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് നീങ്ങാം. ഗോപിക ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തുമ്പോ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരണം. ജാനകി, വാ പോവാ. മാഡം, മാഡവും മുത്തശ്ശിയും ഇവിടുന്ന് വിഷമത്തോടെ പോണ്ട. ഗോപികയുടെ ഡിവോഴ്സിനെ കുറിച്ചും ചിന്തിക്കണ്ട. മാഡത്തിന്റെ മകനുമായുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. ദേവികെ, നീ മുത്തശ്ശ, ഞാനിത് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനി എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണ്ട. മോളെ, ഞാൻ പറയുന്നത് മുത്തശ്ശ, മുത്തശ്ശന്റെ മനസ്സിലെ ആശങ്ക എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതേക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചു. എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാ ഇപ്പൊ ഞാൻ ഈ തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നിറഞ്ഞ മനസ്സോടെ തന്നെയാ വിവാഹത്തിന് ഞാൻ സമ്മതിക്കുന്നത്. ഗോപികയ്ക്കും അഞ്ജതയ്ക്കുമൊപ്പം ജാനകി മാഡത്തിന്റെ കുടുംബത്തിലെ ഒരു അംഗമാകാൻ, ആ വീട്ടിലെ മരുമകളാകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മാഡത്തെയും വീട്ടുകാരെയും നമുക്കറിയാവുന്നതല്ലേ. എത്ര നല്ല ഹൃദയങ്ങൾക്ക് ഉടമകളാണ് മാഡവും മുത്തശ്ശിയും ആ വീട്ടിലുള്ളവരും. നമ്മുടെ ഇത്ര നാളത്തെ അനുഭവം കൊണ്ട് നമുക്കത് ബോധ്യപ്പെട്ടതല്ലേ. എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ഞാൻ ഒരുപാട് വിഷമിച്ചു. എനിക്കായിട്ട് ഉത്തരം പറയാൻ സാധിക്കാത്തതുകൊണ്ടാ പൂജാമുറി പോയി ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്കൊരു വഴി കാട്ടണമെന്ന് ഞാൻ ദേവിയോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്കൊടുവിൽ ദേവി കാണിച്ചെന്ന വഴിയായത്. ഇത് തന്നെയാ ശരിയായ മാർഗം. ഈ വിവാഹം നടക്കേണ്ടത് തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.